നമ്മുടെ സുരക്ഷാ സേന എപ്പോഴും വൻ പൊളിയാണ്. ഇത് പറയാനുള്ള കാരണമെന്ന് പറയുന്നത് സുരക്ഷാ സേന കഴിഞ്ഞ ദിവസം തകർത്ത 120-ലധികം ആക്രമണ പദ്ധതികളാണ് കഴിഞ്ഞ ദിവസം തകർത്തത്. ഇത് ദീപാവലി ദിനത്തിനോടനുബന്ധിച്ച് നമ്മുടെ രാജ്യത്തും കശ്മീരിലും അടക്കം നടത്താൻ ഭീകരവാദികൾ പദ്ധതിയിട്ടിരുന്നതാണ്. ഇത് അടപടലം തകർത്തിരിക്കുകയാണ് നമ്മുടെ സുരക്ഷാ സേന. നമ്മളൊരു കാര്യം ആലോചിക്കണം, അതായത് 120 പദ്ധതികൾ ഭീകരവാദികൾ സൃഷ്ടിക്കുമ്പോൾ, അതിൻ്റെ പദ്ധതി ഇടുമ്പോൾ, ആ പദ്ധതി 120-ൽ ഒരു പദ്ധതി നമ്മുടെ രാജ്യത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചാൽ അല്ലെങ്കിൽ വിജയിച്ചാൽ ഭീകരവാദികൾ വിജയിച്ചു. മറിച്ച് ഈ 120 പദ്ധതികളിൽ 120-ഉം പൊളിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സുരക്ഷാ സേന നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു മോശം വശം എന്ന് പറയുന്നത്. ഇപ്പോഴിതാ ഈ 120 പദ്ധതികളും പൊളിഞ്ഞിരിക്കുന്നു. ഈ 120 പദ്ധതികൾ പൊളിഞ്ഞപ്പോൾ വലിയ വാർത്തയൊന്നും അത് മാധ്യമങ്ങളാക്കുന്നത് കണ്ടില്ല. അതേസമയം ഇതിലൊരു പദ്ധതി വിജയിച്ച് എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടിയില്ലെങ്കിൽ സുരക്ഷാ സേന മുഴുവൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നതിനെ 119 പദ്ധതികൾ അവർ പൊളിച്ചത് ആരും ശ്രദ്ധിക്കുകയുമില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ദീപാവലി ആഘോഷവേളയിൽ ഇന്ത്യയിൽ വലിയൊരു ആക്രമണം നടത്താനാണ് ഈ തീവ്രവാദികളെല്ലാം പദ്ധതിയിട്ടിരുന്നത്. സുരക്ഷാ സേനയുടെ ജാഗ്രത ഈ ആക്രമണം പരാജയപ്പെടുത്തി. ദീപാവലിക്ക് മുമ്പ് സുരക്ഷാ സേന ഒരു തിരച്ചിൽ നടത്തി. അതേസമയം തെക്കൻ കശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലെ ഹെഫ് പ്രദേശത്ത് തിങ്കളാഴ്ച ഒരു ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഉപകരണം IED കണ്ടെത്തി. സുരക്ഷാ സേന അത് വിജയകരമായി തകർത്തു എന്നുള്ള റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നതും നമുക്ക് കാണാനായി സാധിക്കും. എന്തായാലും പോലീസും സുരക്ഷാ സേനയും നടത്തിയ സംയുക്ത ഓപ്പറേഷൻ പ്രദേശത്ത് സമഗ്രമായ തിരച്ചിൽ നടത്തിയ ശേഷമാണ് പൂർത്തിയാക്കിയത്. മിനിറ്റുകൾക്കുള്ളിൽ സാധാരണ ഗതാഗതം പുനഃസ്ഥാപിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കശ്മീർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാനുള്ള ശ്രമത്തിന് പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ദീപാവലി ആഘോഷവേളയിൽ കൃത്യസമയത്ത് നടത്തിയ തിരച്ചിൽ ജീവഹാനിയും സ്വത്തുനാശവും ഒഴിവാക്കിയതായി ഒരു കശ്മീരി ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അട്ടിമറി പ്രവർത്തനങ്ങൾ തടയാൻ സുരക്ഷാ സേന പ്രദേശത്ത് അതീവ ജാഗ്രതയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.